വർഗീസ് അമിത്ഷായുടെ ചാണക്യ സ്റ്റൈൽ മൈക്രോ മാനേജ്മെന്റ് പ്ലസ് മോദി ഫേസ് അത് മറ്റൊരു പ്രാദേശിക ഇടത്തുകൂടി വലിയ മാജിക് ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു വലിയ കടന്നുകയറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. ബീഹാർ പിടിക്കുമ്പോൾ തന്നെ ഗംഗ ഒഴുകുന്നത് ബംഗാളിലേക്കാണ് എന്ന് സൂചന നൽകിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ പ്രവചിച്ചതുപോലെ തന്നെ ആ വിക്ടറി സാധ്യമായിരിക്കുന്നു. 206 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അസാധ്യമെന്ന് കരുതിയ കാര്യമാണ് BJP നേടിയെടുത്തിരിക്കുന്നത്. അവിടെ തകരുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ എതിർപ്പുന്നയിക്കുന്ന പോരാട്ടം നടത്തുന്ന മുഖ്യമന്ത്രിയെയാണ് അവർ തൂത്തെറിഞ്ഞിരിക്കുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെ കാണണം ഈ കടന്നുകയറ്റത്തെ, ഈ വിജയത്തെ? ചരിത്രപരം എന്ന് പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ എന്താണ്? രേണുക, ഏതാനും വർഷം മുൻപ് അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളുമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. കളങ്ങൾ പലതും പിടിച്ചെടുക്കുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന കളങ്ങളിൽ അസ്തിത്വം ഉണ്ടാക്കിയെടുക്കുകയാണ് BJP. നോക്കൂ, 28 സംസ്ഥാനങ്ങളിൽ 17 സംസ്ഥാനങ്ങളിലാണ് BJPയുടെ മുഖ്യമന്ത്രിമാരുള്ളത്. അപ്പോൾ ഒരു കാലത്ത് പാൻ ഇന്ത്യ പാർട്ടിയെ വളരാൻ BJPക്ക് കഴിയുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് മിക്ക മേഖലകളിലേക്കും, ഏതാണ്ട് ഇന്ത്യയുടെ എല്ലാ മേഖലകളിലേക്കും ഒരു സാന്നിധ്യം എന്ന നിലയിലല്ല, ഒരു വയബിൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഭരണകക്ഷി എന്ന നിലയിലേക്ക് വരികയാണ് BJP. അതിൻ്റെ അവസാനത്തെ ഏടായി കാണാവുന്നത് ബംഗാളാണ്. 294 നിയമസഭാ സാമാജികരെ തിരഞ്ഞെടുക്കുന്ന ബംഗാളിൽ 3-2 ഭൂരിപക്ഷവും കടന്ന് BJP ജയിച്ച് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുകയാണ്. നോക്കൂ, ഇതൊരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ടെന്നീസിൽ പറയും ഗ്രാൻഡ് സ്ലാം അല്ലെ, വിംബിൾട്ടൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, ഇതെല്ലാം കൂടെ ജയിച്ചു കഴിയും. ഓസ്ട്രേലിയൻ ഓപ്പൺ 4 ജയിക്കുമ്പോൾ ഗ്രാൻഡ് സ്ലാം നേടി എന്ന് പറയുമ്പോഴാണ് ഒരു കളിക്കാരിക്ക് അതിൻ്റെ ടെന്നീസിൻ്റെ നെറുകയിലെത്താൻ കഴിയുന്നത്. പക്ഷേ ഒരു സ്ലാം കൂടി ബാക്കിയുണ്ട്. അതുകൂടി ചേർന്നാലാണ് ഗോൾഡൻ സ്ലാം, ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഇൻ ടെന്നീസ്. അതിപ്പോൾ ഇരിക്കുന്നത് കേരളം, തമിഴ്നാട്, ഒരു പക്ഷേ കാശ്മീർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ BJP ഭരണത്തിലെത്തിയിരിക്കുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഏതാനും സംസ്ഥാനങ്ങളിലെ ചെറിയ സംസ്ഥാനങ്ങളിലെ കാര്യം ഒന്ന് മറക്കാം. അവിടെയും NDAക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ NDAയുടെ തേർവാഴ്ചയുടെ കാലഘട്ടം തുടരുന്നു. കേരളത്തിൽ വലിയ പ്രഭാവം ചെലുത്താൻ കഴിഞ്ഞില്ല എങ്കിലും താമര 1 2 3 വിരിയിക്കാൻ കേരളത്തിലും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർത്തും ഈ അപ്രസക്തമായി പോകുന്ന രീതിയിൽ BJP ഒരിടത്തുമില്ല എന്ന് കാണാം. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും കടന്നു കയറാൻ കഴിയും. ഇനി ബംഗാളിലേക്ക് വരാം. ബംഗാളിൽ ദീദിയുടെ 15 വർഷങ്ങൾ, 1.5 പതിറ്റാണ്ട്. അപ്പം ദീദിയെ മാറ്റാനൊക്കെ ഓരോ സമയത്ത് നമ്മൾ വിചാരിക്കും സിദ്ധാർത്ഥ ശങ്കർ റായ് നയിച്ചിരുന്ന സമയത്ത് കോൺഗ്രസിനെ മാറ്റാനാവില്ല. സ്വാതന്ത്ര്യാനന്തരം 77 വരെയുള്ള ദീർഘമായ 30 സംവത്സരം കോൺഗ്രസ് പാർട്ടിയുടെ തേർവാഴ്ചയായിരുന്നു ബംഗാളിൽ. കോൺഗ്രസിനെ കടപിടക്കിക്കൊണ്ടെത്തിയ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നീട് ഒരു 1/4 നൂറ്റാണ്ട് ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭാഗധേയം നിർണ്ണയിച്ചു. നന്ദിഗ്രാമിലും സിംഗ്രൂരിലും കണ്ട ഒരു വ്യതിയാനം, അതൊരു വലതുപക്ഷ വ്യതിയാനമാണ്. ക്രോണി ക്യാപിറ്റലിസ്റ്റുകളുടെ പുറകെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന ധ്വനി വന്നപ്പോൾ ബംഗാളികൾ ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞു. അവർ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന മമതാ ബാനർജിയും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും സ്വരമാണ് സംസാരിച്ചത്. അവിടെ വ്യത്യസ്തതയോടുകൂടി BJP കടന്നു വരികയാണ്. ചാണക്യതന്ത്രങ്ങളുമായി അമിത്ഷാ കടന്നു വരുന്നത് ശരിയാണ്. ഡൽഹിയിലൂടെ ഒഴുകി, യമുനയാണ് ഒഴുകി, ഗംഗ ഒക്കെ വന്ന് സംഗം അലഹബാദിൽ ചെന്ന് ഉത്തർപ്രദേശിലൂടെ ഒഴുകി ബീഹാറിലൂടെ ഒഴുകി എത്തുന്നത് ബംഗാളിലേക്കാണ്. ലക്ഷ്യമെന്താണെന്ന് രാഷ്ട്രീയ ചാണക്യനായ, ഭാരതം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിശാരദനായ ശ്രീ അമിത്ഷാ ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെച്ചപ്പോൾ ഇത്രയധികം വലിയൊരു വിജയമുണ്ടാകുമെന്ന് വിചാരിച്ചില്ല. പല എക്സിറ്റ് പോളുകളും കുറിയിട്ട ചിത്രം ഒരു BJPക്ക് അഡ്വാൻറ്റേജ് എന്ന നിലയിലാണ്. ഇത്രയും വലിയ അഡ്വാൻറ്റേജിലേക്ക് BJP വരുന്നു എന്ന് പറയുമ്പോൾ ബംഗാളിൽ ദീദിയുടെ മാ മിഠി മനുഷ് എന്ന ആ ഒരു സങ്കല്പം തന്നെ അവിടെ പഴങ്കഥയായി മാറുന്നു. ഇവിടെ 3M എന്നതായിരുന്നു ഫോർമുല. മമത എന്ന മഹാമേരു, പിന്നീട് മഹിള എന്ന സ്ത്രീകളുടെ പിന്തുണ, പിന്നെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പിന്തുണ. ഒരു 27% ബംഗാളികളാണ് മുസ്ലിങ്ങളെന്ന് ഓർക്കണം. SIRലൂടെ വിട്ടുനിർത്തപ്പെട്ടത് പ്രധാനമായും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണക്കാരാണ് എന്ന്
പലരും പറയുന്നു. പക്ഷേ അത് പൂർണ്ണമായി ശരിയാക്കണമെന്നില്ല. കൂടുതൽ വിട്ടുനിർത്തപ്പെട്ട പേരുകൾ 9 ലക്ഷത്തോളം പേരുകളാണ് 90 ലക്ഷം പേരാണ് വിട്ടുനിർത്തപ്പെട്ടത്. ഈ 90 ലക്ഷത്തിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളായിരുന്നു എന്ന് പറയുമ്പോൾ അത് മമതാ ബാനർജിയുടെ വോട്ട് മാത്രം വിട്ടുനിർത്തി എന്ന് പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയല്ല. അതുകൊണ്ട് SIR ഒരു ഘടകമാകാം. മമതയ്ക്കെതിരെയുള്ള മമതയുടെ തേർവാഴ്ചയ്ക്ക് ഗുണ്ടായുസത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാകാം. ഈ കൗണ്ടിംഗ് ദിവസവും പല തരത്തിലുള്ള ആരോപണങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗമായി ഉയരുന്നുണ്ട്. ഇപ്പോൾ മമതാ ബാനർജി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കൗണ്ടിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിർത്തിവെച്ചതിന് ശേഷം പുനരാരംഭിച്ചിരിക്കുന്ന സാഹചര്യമേ ഉള്ളൂ. അവിടെ എന്തൊക്കെയാണ് EVM ഉൾപ്പെടെ നടക്കുന്ന ക്രമക്കേടുകൾ എന്നതിന്റെ കൂടുതൽ ആരോപണങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതിന്റെ തോൽവിയുടെ കാരണങ്ങൾ മമതാ ബാനർജി വിശദീകരിക്കുന്ന ഘട്ടത്തിൽ അതൊക്കെയും ഉണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ജയസൂര്യൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ബംഗാളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു നേട്ടത്തിലേക്ക് എത്തുന്നു. തമിഴ്നാട്ടിൽ ഇന്ന് രാവിലെ കൗണ്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഖുഷ്ബു വിജയിയെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന നിർദ്ദേശം കൊടുക്കുകയാണ്. പക്ഷേ BJPയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് വിജയ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. പിന്നീട് എപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ മെജോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ എന്താണ് നീക്കമെന്നത് അറിയില്ല. കേരളത്തിലേക്ക് വന്നാൽ നിങ്ങൾ 2 അക്കം കടക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എക്സിറ്റ് പോളുകൾ ആ രീതിയിലുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ 3ലേക്ക് ചുരുങ്ങിപ്പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം സംബന്ധിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് പ്രകടനം ഉയരുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.